പ്രിയ വിദ്യാർത്ഥികളെ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ 17-ാമത്തെ പേജിൽ മുളാഫ് ഇലൈഹി എന്ന ഒരു ഭാഗം നമുക്ക് പഠിക്കാനുണ്ട്. അതായത് ഒരു ഇസ്മിനെ മറ്റൊരു ഇസ്മിലേക്ക് ചേർത്തി പറയുമ്പോൾ എങ്ങനെയാണ് പറയേണ്ടത് എന്ന നിയമവശമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഉദാഹരണം നമുക്കവിടെ കാണാം. യാസിറുൻ യാസിർ, ഫഹ്റുൻ അഭിമാനം, ഖറിയത്തുന നമ്മുടെ ഗ്രാമം. അപ്പോൾ ഇതിനെ നമുക്ക് യാസിർ നമ്മുടെ ഗ്രാമത്തിൻ്റെ അഭിമാനമാകുന്നു എന്ന് പറയണം. യാസിറുൻ ഫഹ്റു ഖറിയത്തിന, യാസിർ നമ്മുടെ ഗ്രാമത്തിൻ്റെ അഭിമാനമാകുന്നു. അപ്പോൾ ഇവിടെ ഫഹ്റുൻ എന്ന ഇസ്മിനെ ഖറിയത്ത് ഗ്രാമം എന്ന ഇസ്മിലേക്ക് ചേർത്തി പറഞ്ഞു. അപ്പോൾ ഫഹ്റുൻ എന്നതിലെ തൻവീന് അവിടെ ചേർത്തിയപ്പോൾ നഷ്ടപ്പെട്ടു. അതുപോലെ ഖറിയത്തു എന്ന ലമ്മിനെ ഖറിയത്തി എന്ന് കസറാക്കിയിട്ടാണ് പറഞ്ഞത്. എന്തിനെയാണോ ചേർത്തുന്നത് അതാണ് മുളാഫ്, എന്തിലേക്കാണോ നമ്മൾ ചേർത്തുന്നത് അതാണ് മുളാഫ് ഇലൈഹി. അപ്പോൾ ഇവിടെ ഫഹ്ർ എന്നതാണ് മുളാഫ്, ഖറിയത്ത് എന്നുള്ളത് മുളാഫ് ഇലൈഹിയാണ്. രണ്ടാമത്തെ ഉദാഹരണം നോക്കും. ഹുവ അവൻ, ദുർറത്തുൻ രത്നമാണ്, മുത്താണ്, മുജ്തമഉന നമ്മുടെ സമൂഹം. അപ്പോൾ അവൻ നമ്മുടെ സമൂഹത്തിൻ്റെ ദുർറത്താണ്, മുജ്തമഇൻ്റെ ദുർറത്ത് എന്ന് പറയണം. അപ്പോൾ എങ്ങനെ പറയാം? ദുർറത്തു, ലത്തു എന്നുള്ളതിനെ തൻവീൻ ഒഴിവാക്കി ദുർറത്തു മുജ്തമഇന, മുജ്തമഉ എന്നുള്ള ലമ്മിനെ കസർ കൊടുത്ത് മുജ്തമഇന എന്ന് പറയും. അതുപോലെ മൂന്നാമത്തെ ഉദാഹരണം യാസിറുൻ താലിബുൻ അസ്സഫു, സാദിസ് 6-ാം ക്ലാസ്സിൻ്റെ വിദ്യാർത്ഥിയാണ്, 6-ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയാണ് എന്ന് പറയും. യാസിറുൻ ത്വാലിബുൻ എന്നുള്ളത് ത്വാലിബു എന്നാണ്, ത്വാലിബു സൊഫി എന്നാണ് പറയും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മുളാഫിൽ അൽ എന്ന അലിഫ്ലാം അതുപോലെ തൻവീൻ ഇവയൊന്നും ഉണ്ടാവില്ല. മറ്റൊരു ഇസ്മിലേക്ക് ചേർത്ത് പറയുന്ന മുളാഫിനെ അലിഫ്ലാമും തൻവീനും ഒഴിവാക്കിയാണ് പറയേണ്ടത്. അതുപോലെ മുളാഫ് ഇലൈഹിക്ക് എന്തിലേക്കാണോ നമ്മൾ ചേർത്തുന്നത് അതിനെ കസർ കൊടുത്തിട്ടാണ് പറയേണ്ടത്. ഇനി താഴെ കാണുന്ന നമുക്ക് എഴുതാനുള്ള ഭാഗങ്ങൾ നിങ്ങൾ എഴുതിയെടുക്കണം. ലൗനുൽ ഒറാബി അസ്വദുൻ, കാക്കയുടെ നിറം കറുപ്പാണ്. അപ്പോൾ കാക്കയുടെ നിറം, കാക്കയിലേക്ക് ലൗനിനെ ചേർത്തിയപ്പോൾ ലൗനു എന്നാണ് പറഞ്ഞത്. അൽ ഒറാബി എന്ന് മുളാഫ് ഇലൈഹി കസറായി പറഞ്ഞു. അടുത്തത് പേനയാണ് നമുക്ക് വെച്ചു കൊടുക്കേണ്ടത്. ഖലമുൻ അൽ മുഅല്ലിമു ജദീദുൻ, എങ്ങനെ പറയേണ്ടത്? ഖലമുൽ മുഅല്ലിമി ജദീദുൻ. അടുത്തത് നിങ്ങൾ എഴുതുക ഹഖീബത്തുൻ പെൺകുട്ടിയുടെ, ജമീലത്തുൻ. അപ്പോൾ ബിന്ത് എന്നുള്ളത് എങ്ങനെയാണ് അവിടെ മുളാഫ് ഇലൈഹിയായി വെക്കേണ്ടത് എഴുതണം. അൽ മസ്ജിദി കബീറുൻ, അവിടെ ബാബുൻ എന്നാണ് വെക്കേണ്ടത്, ഡോർ. ബാബുൽ മസ്ജിദി കബീറുൻ, മസ്ജിദിൻ്റെ ബാബു എന്ന് വെക്കുക. ആനയുടെ തുമ്പിക്കൈ എങ്ങനെ പറയണം? ഖുർത്തൂം എന്നാണ് തുമ്പിക്കൈ എന്ന് പറയുന്നത്. ഖുർത്തൂമുൽ ഫീലി തൊവീലുൻ, ഉദുനുൽ അർനബി തൊവീലത്തുൻ. ഇത് നമ്മൾ മുമ്പ് എഴുതിയത് തന്നെയാണ്, ഒന്നും കൂടെ മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞത് മാത്രം. ഇതുമായി ബന്ധപ്പെട്ട ഒരു വർക്ക്ഷീറ്റാണ് തന്നിട്ടുള്ളത്. മുളാഫ് മുളാഫ് ഇലൈഹി. ഷംസിയത്തുൻ അൽ ബിന്തു, ഇതിനെ പെൺകുട്ടിയുടെ കുട എന്ന് പറയണമെങ്കിൽ എങ്ങനെയാണ് പറയേണ്ടത്? ഷംസിയത്തുൽ ബിന്തി, ഷംസിയത്തുൻ എന്ന തൻവീൻ ഒഴിവാക്കി. അതുപോലെ അൽ ബിന്തു എന്നുള്ളതിന് കസർ കൊടുത്ത് ബിന്തി എന്ന് പറഞ്ഞു. ഇതുപോലെ ബാക്കിയുള്ളതും നമ്മൾ എഴുതണം, അത് വായിക്കാം. അഫസുൻ കൂട്, അൽ ബബാഉ തത്ത, അത് നമ്മളവിടെ എഴുതി കൊടുക്കണം. അതിനെ തത്തയുടെ കൂട് എന്ന് എങ്ങനെയാണ് പറയേണ്ടത്? ഖലമാനി 2 പേന, അൽ വലതു ആൺകുട്ടി. അപ്പോൾ ഇതിൽ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഖലമാനി എന്നുള്ളത് നൂനുണ്ട്, ഇത് മുസന്നയാണ്, ദിവചനമാണ്. അപ്പോൾ ദിവചനത്തിലും ജംഇലും ബഹുവചനത്തിലും ഉള്ള നൂനിനെ മുളാഫാക്കുമ്പോൾ അത് കളയണം. തൻവീൻ കളഞ്ഞ പോലെ, അലിഫ്ലാം കളഞ്ഞതുപോലെ മുസന്നയിലും ജംഇലും നൂനിനെയും നമ്മൾ കളയണം. അപ്പോൾ കലമാ എന്നേ പറയുക, കലമാ അൽ വലദി, അവിടെ അങ്ങനെയാണ് പറയേണ്ടത്. അതുപോലെ താഴെ മുഅല്ലിമൂന അധ്യാപകന്മാർ, അൽ മദ്രസത്തു സ്കൂൾ, സ്കൂളിലെ അധ്യാപകന്മാർ. അൽ മുഅല്ലിമൂന എന്നുള്ള ജംആണ്, നൂനുണ്ട്. അപ്പോൾ അതിനെ എങ്ങനെയാണ് പറയേണ്ടത് എന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കി.
മുഅല്ലിമു എന്നവിടെ കൊടുത്തിട്ടുണ്ട്. സ്കൂളിൻ്റെ എന്നുള്ളത് ചേർത്തിട്ട് എഴുതുക. മുസാഫിറൂന യാത്രക്കാർ, അത്വാഇറത്തു വിമാനം, അതും വിമാനത്തിൻ്റെ യാത്രക്കാർ, വിമാനയാത്രക്കാർ എന്ന് അവിടെ ചേർത്ത് എഴുതുക.